താൻ ഉന്നയിച്ച വിഷയങ്ങൾ എല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം ഇപ്പോഴും പാർട്ടിയിൽ ഉണ്ടെന്നും അത് വർദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും വി കുഞ്ഞികൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പയ്യന്നൂരിലെ നേതൃത്വത്തിലുള്ള പലരും താൻ പറയുന്നത് ശരിയെന്ന് കരുതുന്നവരാണെന്നും ഇദ്ദേഹം പറഞ്ഞു. പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടുത്തുമെന്ന് ആശങ്ക ഉണ്ടായിരുന്നതുകൊണ്ടാണ് പുസ്തക പ്രകാശന ചടങ്ങിന് സുരക്ഷ ആവശ്യപ്പെട്ടത്. തനിക്കൊരു ഭീതിയും ഇല്ല, തന്നെ ആക്രമിക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ എന്നും ഇദ്ദേഹം പറഞ്ഞു. പുസ്തകം വരുമ്പോൾ കൂടുതൽ വ്യക്തത വരുമല്ലോ എന്നും ഏരിയ സെക്രട്ടറി പി സന്തോഷും മധുസൂദനും തമ്മിലുള്ള ബന്ധം പയ്യന്നൂരുകാരോട് ചോദിച്ചാൽ അറിയാമെന്നും വി കുഞ്ഞികൃഷ്ണൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. പയ്യന്നൂര് കോൺഗ്രസ് പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെ ആക്രമിച്ചു. പിന്നീട് BJP പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെയും ആക്രമിച്ചു. പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SP-ക്കൊരു അപേക്ഷ നൽകിയിരുന്നു. പയ്യന്നൂർ SHO-വിന് അതിൻ്റെ കോപ്പി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. അത് ഈ പുസ്തക പ്രസാധന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. മറ്റൊരു കാര്യത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. പുസ്തക പ്രസാധന ചടങ്ങ് അലങ്കോലമാകാതിരിക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുള്ളത്. അന്നേ ദിവസം അല്ലാതെ ഇപ്പോൾ അതിനുശേഷം ഇല്ല, 4-ാം തീയതി വൈകുന്നേരം 4:30 മണിക്കാണ്. 4:30 മണി പറഞ്ഞാൽ 5 മണിക്ക് തുടങ്ങുക എന്നുള്ളതാണ് ആ പുസ്തക പ്രകാശന ചടങ്ങ്. ആ പരിപാടിക്ക് മാത്രമാണ് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. പോലീസിനോട് ആവശ്യപ്പെട്ടിട്ട് അതിനുശേഷം കോടതിയിൽ പോകാൻ എന്താ കാരണം? കോടതിയിൽ പോകാനുള്ള കാരണം കുറച്ചുകൂടി അതൊരു എഫക്റ്റീവ് ആവും എന്ന ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ്. ഹൈക്കോടതി പറയുന്നതും മറ്റതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് മാത്രമാണ്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഒരു ആക്രമിക്കപ്പെടുമോ എന്നൊരു ഭീതി ഉണ്ടോ? ഒരു ഭീതിയുമില്ല. ഇത് ചടങ്ങ് അലങ്കോലമാകരുത് എന്നതാണ്. മറ്റതൊരു ഭീതിയുമില്ല. കാരണം അത് ഏത് സമയത്തും സംഭവിക്കാമല്ലോ, ചെയ്യാൻ തീരുമാനിച്ചാൽ. അപ്പം അതിലൊന്നും ഒരു ഭീതിയുമില്ല. ഭീതി ഉണ്ടായ പിന്നെ നടക്കാനേ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഈ അലങ്കോലമാക്കുമെന്ന് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിരുന്നോ? അല്ല, സൂചനകളൊന്നുമില്ല. ഈ 2 സംഭവങ്ങളെ നമ്മളെ മുമ്പിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് അറിയാത്തത് ഞാൻ ചിലതെല്ലാം സംശയിക്കുന്നുണ്ട്. സംശയിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് എന്തായാലും ഇപ്പോൾ പറയുന്നില്ല. അവരൊക്കറിയില്ല കാരണം. ഈ പിന്നെ അണികൾക്കപ്പുറത്തേക്ക് പയ്യന്നൂരിലെ നേതൃത്വം അടക്കം അവർക്ക് പുറത്തു പറയാൻ പരസ്യം പറയില്ലെങ്കിലും ഉള്ളിൽ കുഞ്ഞികൃഷ്ണേട്ടൻ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് തോന്നലുള്ളവരാണോ? എന്താണ്? പയ്യന്നൂരിലെ നേതൃത്വത്തിനിടയിലും വലിയ വിഭാഗം ഞാൻ പറയുന്നത് ശരിയാണ് എന്ന അഭിപ്രായമുള്ളവരാണ്. മധുസൂദന്റെ എതിരായ ഒരു നിലപാടാണോ ഈ വിഷയത്തിൽ? അതിൽ എതിരും അനുകൂലമൊന്നുമില്ല. മധുസൂദനെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഇപ്പൊ KP മധു ഇതിൽ പങ്കാളിയാണ്. KP മധുവിന്റെ പേര് ഞാൻ ഈ പുസ്തകത്തിലും പറയുന്നുണ്ട്, നേരത്തെ മുതലേ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പ്രവർത്തനം നടത്തുന്നത് ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ടാണ്. അപ്പൊ ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടി സത്യസന്ധമായി ആ പണം കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടുന്ന പാർട്ടിയാണ്. ചോർന്നൊന്നും ഇപ്പോ എനിക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോ അത് എടുന്നെന്ന് പറയുന്നില്ല, എടുന്നാന്ന് അറിയില്ല. നേരത്തെ പറഞ്ഞതിലും കൂടുതൽ അല്ല, അത് പുസ്തകം വരുമ്പോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാല. പിന്നെ എന്തിനാണ് അഡ്വാൻസ് ആയി അങ്ങനെ ഒരു കാര്യം. ഈ പി സന്തോഷും TA മധുസൂദനും തമ്മിലുള്ള ബന്ധം നിലവിൽ അതിനെക്കുറിച്ച് അതിനകത്ത് പരാമർശിക്കുന്നു. സത്യത്തിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം നിലവിൽ? അല്ല, ആ ബന്ധത്തെക്കുറിച്ച് ഞാൻ ഒറ്റ വാചകം മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. TA മധുസൂദനും സന്തോഷും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പയ്യന്നൂരിലെ ആളുകളോട് അന്വേഷിച്ചാൽ അറിയൂ എന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. അതായത് പി സന്തോഷിന്റെ പിന്തുണ പി കുഞ്ഞികൃഷ്ണൻ ലഭിക്കുന്നുണ്ടോ? ഇത് പിന്തുണയുടെ വിഷയയിലില്ല.
കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാനുള്ള ശ്രമം നടത്തി. കഴിഞ്ഞ 5 വർഷമായി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള നീക്കം ഇല്ലാത്ത സാഹചര്യത്തിലാണ് പരസ്യമായി അത് പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. ഈ ജില്ലാ കമ്മിറ്റി തീരുമാനം അത് സ്വാഭാവികമായിട്ടും ലോക്കൽ കമ്മിറ്റി വരെ അറിയിക്കുന്ന ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല കമ്മിറ്റികളിലും നിഷേധത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് വരുന്നു, പ്രതിഷേധം വരുന്നു. ചില ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിലെ ആളുകൾ പങ്കെടുക്കാത്ത മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരെ വരുന്നു. ഇത് പിന്തുണയേറുകയാണ്. അല്ല, അത് പ്രതിഷേധത്തിൻ്റെ മാത്രം കാര്യമല്ല. ഇതില് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതുപോലുള്ള ഫണ്ട് തിരിമറിയോ സാമ്പത്തിക തിരിമറിയോ ഒക്കെ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ്. ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ശക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം പാർട്ടി മെമ്പർമാർ അന്ന് പാർട്ടിക്കകത്തുണ്ട്. ഇപ്പോഴും അത് കൂടി വരുന്നതല്ലാതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നതല്ലാതെ അതിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസം പി ജയരാജൻ താങ്കളെ അനുകൂലിക്കുന്നവരുടെ വീട്ടിൽ പോയി എന്ന് പറയുന്നു. ശരിക്കും അനുനയിപ്പിക്കാൻ വേണ്ടി പോയതാണ്. എന്താണ് താങ്കളുമായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവില്ല, പ്രസന്നനൊക്കെ സംസാരിച്ചിട്ടുണ്ടാവില്ല, എന്താണ് പി ജയരാജൻ പറഞ്ഞത്? അല്ല, അങ്ങനെ വീടുകളിൽ പോയതായി എനിക്കറിയില്ല. പ്രസന്നന്റെ വീട്ടിൽ പോയത് അതിവിടെ വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലും ലോക്കൽ ജനറൽ ബോഡിയിലും പങ്കെടുത്തത് പി ജയരാജനാണ്. അപ്പോൾ ഇവിടെ വന്നതാണ്. ഇവിടെ ചന്തകുഞ്ഞി സ്മാരക ഹാളിലാണ് ജനറൽ ബോഡിയും കമ്മിറ്റിയും ചേർന്നത്. ആ പരിപാടിക്ക് വന്നപ്പോൾ അതിന് തൊട്ടടുത്താണ് പ്രസന്നന്റെ വീട്. അപ്പോൾ ആ വീട്ടിൽ ജയരാജൻ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.